നമ്മുടെ നാട്ടിലത്തെ ഭൂപ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത് വാഴകൃഷി തന്നെയാണ് കേട്ടോ. അത് കാരണം നമ്മുടെ ചുറ്റും നമ്മളും വാഴകൃഷിയൊക്കെ തന്നെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഈ പ്രകൃതി രമണീയത കാണുമ്പോൾ ശ്രീ എവിടെയാണ് താമസിക്കണേന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വ്ളോഗുകളിലും അതുപോലെ തന്നെ റീൽസിലും കമൻറ്റ് വരാറുണ്ട്. തൃശ്ശൂർ മരോട്ടിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയോര പ്രദേശമുണ്ട്. അവിടെ വല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. 14 പടലുണ്ട്. അത് തുടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 കിലോനൊക്കെ ഏകദേശം തൂക്കണ്ടാവൂട്ടാ. ഇതിവിടെ നമുക്ക് മൊത്തം ഒരു 500 റോബസ്റ്റ് വാഴയുണ്ട്, 500 എണ്ണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീടിന്റെ ചുറ്റുള്ള എല്ലാവർക്കും അത്യാവശ്യം നല്ല ഭൂമിയുള്ളവരും ഇതുപോലെ കൃഷി ചെയ്യുന്നവരുമാണ്. ഒരു കർഷക ഗ്രാമം, മലയോര ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ വരും തലമുറകൾ കൃഷിയിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളതാണ്. എന്നാലും നമുക്ക് നമ്മുടെ ശ്രീകുട്ടനെ കൊണ്ട് ഒന്ന് വാഴത്തോട്ടത്തേക്ക് ഇറങ്ങാം. നമ്മൾ വാഴയ്ക്ക് വള്ളി കെട്ടണ മാതിരി 3 സൈഡിലേക്ക് കെട്ടില്ല. കൊലച്ചിട്ടുള്ള സ്ഥലത്തിന്റെ വാഴത്തോട്ടം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ നേന്ത്രക്കായും അതുപോലെ തന്നെ ഈ കാണുന്ന റോബസ്റ്റ് ആണ് കേട്ടോ വീടിന് ചുറ്റും വെച്ചിട്ടുള്ളത്. ഈ റോബസ്റ്റിന്റെ കുടപ്പൻ, അതായത് വാഴപ്പൂവ് യൂസ് ചെയ്യില്ല അത്ര. അങ്ങനെ ശ്രീകുട്ടനെയും കൊണ്ടൊരു പര്യടനം കഴിഞ്ഞ് പപ്പക്കായായിട്ട് നമ്മൾ മടങ്ങി.